ഹലോ ഫ്രണ്ട്സ്, നമുക്കിപ്പോൾ മാമ്പഴ സീസണൊക്കെ ആണല്ലോ. വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മളൊരു പ്ലേറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസിലേക്ക് ഒരു പാൻ വെക്കുക. നമുക്ക് ആവശ്യമുള്ള വെളിച്ചെണ്ണ എത്രയാണെന്ന് വെച്ചാൽ അത് ഒഴിക്കുക. അതിനുശേഷം അതിലേക്ക് കടുക് ഇടുക. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉലുവ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഉലുവയും നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. അതായത് നമ്മുടെ വറ്റൽമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, പച്ചമുളക് തുടങ്ങിയ സാധനങ്ങൾ ഇതെല്ലാം നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ നമുക്ക് ആവശ്യമുള്ള മാങ്ങ, അതായത് നല്ല പഴുത്ത മാങ്ങയുടെ ക്യൂബായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യമുള്ള ഉപ്പും ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റുക. അതിനുശേഷം നമുക്ക് നല്ല കട്ട തൈര്, അത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് അത് നമുക്ക് അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യേണ്ട, നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അത് എന്നിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ല സ്വാദിഷ്ടമായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടിട്ടും. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.